ഇന്നത്തെ കാലത്ത് കേരളത്തിൽ റിട്ടയർ ചെയ്ത് ജീവിക്കണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എത്ര പൈസ ഉണ്ടാവണം എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ടോ? അങ്ങനെയാണ് ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണാം. ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് എന്തിനും നിങ്ങൾ റിട്ടയർമെൻറ്റ് പ്ലാനിങ് സീരിയസ് ആയിട്ട് എടുക്കണം. അതേസമയം ഈ റിട്ടയർ ചെയ്യാൻ നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഏത് ഏജിൽ നിങ്ങൾക്ക് റിട്ടയർ ചെയ്യാൻ പറ്റും, ആ ഏജ് ആകുമ്പോഴത്തേക്കും നിങ്ങളുടെ കയ്യിൽ എത്ര പൈസ ഉണ്ടാവണം എന്ന് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളൊരു ഫ്രീ ആയുള്ളൊരു റിട്ടയർമെൻറ്റ് കാൽക്കുലേറ്റർ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തും. അതിലൂടെ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ കംപ്ലീറ്റ് റിട്ടയർമെൻറ്റ് പ്ലാനിങ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ഇനി ഇത് ആർക്കൊക്കെ ആയിരിക്കും യൂസ്ഫുൾ ആവുക? നിങ്ങൾ ഓൾറെഡി ഇപ്പോൾ 20s 30s ആണെങ്കിൽ നിങ്ങൾ 40s 50s റിട്ടയർ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും. റിട്ടയർമെൻറ്റിലുപരി നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം അഥവാ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ആണ് വേണമെങ്കിൽ അതും നിങ്ങൾക്ക് ഈ ഒരു കാൽക്കുലേറ്റർ ഉപയോഗിച്ചിട്ട് ഈ ഫ്രെയിം വർക്ക് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. അതേസമയം നിങ്ങളുടെ പേരൻസോ അല്ലെ നിങ്ങളോ 50s 60s ഒക്കെ ആണെങ്കിൽ നിങ്ങളുടെ റിട്ടയർമെൻറ്റ് ഏജ് അടുക്കുന്നുണ്ടാവും. അങ്ങനെ വരുമ്പോൾ ഈ കുറഞ്ഞ സമയം കൊണ്ട് എത്ര എമൗണ്ട് നിങ്ങൾ ആക്ച്വലി ഉണ്ടാക്കിയാലാണ് നിങ്ങൾക്ക് സേഫ് ആയിട്ട് റിട്ടയർ ചെയ്യാൻ പറ്റുക എന്നുള്ള ആ ഒരു കാര്യം നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. ഈ രണ്ട് കൂട്ടർക്കും ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. സോ ഈ കാറ്റഗറിയിൽ പെടുന്ന ആരെങ്കിലും നിങ്ങൾക്ക് അറിയെങ്കിൽ തീർച്ചയായിട്ടും അവർക്കൊന്ന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ചാടിക്കയറി ആ റിട്ടയർമെൻറ്റ് എമൗണ്ട് നോക്കുന്നതിന് മുൻപ് നമുക്ക് എന്തിനാണ് നിങ്ങൾ റിട്ടയർമെൻറ്റ് പ്ലാൻ ചെയ്യേണ്ട ആവശ്യം, ഇത് സീരിയസ് ആയിട്ട് എടുക്കേണ്ട ആവശ്യം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. നിങ്ങൾ 20s നിങ്ങളുടെ കാരണങ്ങൾ ഡിഫറൻ്റ് ആയിരിക്കും. നിങ്ങളിപ്പോൾ 50s ആണെങ്കിൽ കാരണങ്ങൾ ഡിഫറൻ്റ് ആയിരിക്കും. ആദ്യം നിങ്ങൾ 20s നിങ്ങൾ എന്തുകൊണ്ട് ഇത് സീരിയസ് ആയിട്ട് എടുക്കണം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് റീസൺ ആണ് AI-യും ഓട്ടോമേഷനും നിങ്ങളുടെ ജോലി കൊണ്ടുപോകാനുള്ള സാധ്യത. അപ്പോൾ നിങ്ങൾക്കറിയാം AI-യും ഓട്ടോമേഷനും പല ജോലികൾ ഓൾറെഡി കൊണ്ടുപോകുന്നുണ്ട് ആൾക്കാരുടെ. ഇനി അങ്ങോട്ടും കുറേ ജോലികൾ നമുക്കറിയില്ല ഏതൊക്കെ ജോലികളാണ് എക്സാക്ട്ലി കൊണ്ടുപോകുന്നത്, പക്ഷേ കുറേ ജോലികൾ നമ്മുടെയൊക്കെ റിപ്ലേസ് ചെയ്യാൻ AI-ക്കും ഓട്ടോമേഷനും ക്ലിയർ ആയിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ മേ ബി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി ഒരു പക്ഷേ 5 വർഷം കഴിയുമ്പോഴോ 10 വർഷം കഴിയുമ്പോഴോ നിങ്ങൾക്ക് ഉണ്ടാവുമോ എന്നുള്ള കാര്യം ഉറപ്പ് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. നിങ്ങളിപ്പം സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ കോളേജിൽ പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ നിങ്ങൾ നാളെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ജോലി നിങ്ങൾ ഗ്രാജുവേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവണം നിർബന്ധമില്ല. മാത്രമല്ല നിങ്ങൾക്ക് അങ്ങനെ ഒരു ജോലി കിട്ടിയാൽ തന്നെ നിങ്ങൾക്ക് അടുത്ത 10 വർഷത്തേക്കും 20 വർഷത്തേക്കും ആ ജോലിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാമെന്ന് നിങ്ങൾക്ക് ഉറപ്പ് ഒരിക്കലും പറയാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് സമയവും നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ എൻജോയ് ചെയ്യുന്ന ഒരു ജോലിയും അതിൻ്റെ സാലറിയും അതിൻ്റെ പ്രിവിലേജസും നിങ്ങൾക്ക് ഇനിയുള്ള കാലത്ത് ഇൻഡെഫിനിറ്റ് ആയിട്ടുണ്ടാവും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് സംഭവിച്ചാലും ജോലി നഷ്ടപ്പെട്ടാലും നമുക്ക് ജീവിക്കാനുള്ള ഒരു സംവിധാനം നമ്മൾ ഉണ്ടാക്കി വെക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമത്തെ കാര്യമാണ് ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള പെൻഷൻസിൻ്റെ അഭാവം. കുറച്ച് നാളൊക്കെ മുമ്പ് വരെ നമ്മൾ ജനറലി എല്ലാവരും കൊടുക്കുന്ന അഡ്വൈസ് ഗവൺമെൻറ് ജോലിയിൽ കയറുക, അങ്ങനെയാണെങ്കിൽ മോശമില്ലാത്ത സാലറി കിട്ടും, മാത്രമല്ല ജോബ് സെക്യൂരിറ്റി കിട്ടുകയും ചെയ്യും. മാത്രമല്ല അതിനുപരി നിങ്ങൾ റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല പെൻഷൻ, മോശമില്ലാത്തൊരു പെൻഷൻ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനത്തെ ഒരു അഡ്വൈസ് ആയിരുന്നു എല്ലാ പേരൻസും 20s കിടക്കുന്ന ഒരു കുട്ടി കൊടുക്കുക. ഇന്നത്തെ കാലത്ത് ആ അഡ്വൈസിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി കുറഞ്ഞു വരുന്നുണ്ട്. അതിൻ്റെ കാരണം ഗവൺമെൻറ് ഒന്നാമത് ജോലി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മാത്രമല്ല പെൻഷൻ്റെ കാര്യമാണെങ്കിലും ജോബ് സെക്യൂരിറ്റിൻ്റെ കാര്യമാണെങ്കിലും ഗവൺമെൻറ്റും പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലൊക്കെ അങ്ങനെ 100% തരാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ പലർക്കും സംശയമുണ്ടെന്നുള്ള കാര്യം വളരെ ക്ലിയർ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടുള്ള കാലത്ത്, അതായത് ഞാൻ പറയുന്ന 10-20 വർഷത്തിൽ ഗവൺമെൻറ് ജോലിക്കുള്ള ജോബ് സെക്യൂരിറ്റി ഇതുപോലെ തന്നെ ഉണ്ടാവുമോ, ഗവൺമെൻറ് ഇതുപോലെ തന്നെ പെൻഷൻ കൊടുക്കുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പൊരിക്കലും പറയാൻ പറ്റില്ല. അതേസമയം നിങ്ങൾ പ്രൈവറ്റ് സെക്ടറിലാണ് ജോലി ചെയ്യുന്നതെങ്കിൽ ഈ പെൻഷൻ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് അവിടെ പ്രാക്ടിക്കലി ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. ഇനി അങ്ങോട്ടുള്ള കാലത്തും പ്രൈവറ്റ് സെക്ടറിൽ പെൻഷനൊന്നും നമുക്ക് ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രൈവറ്റ് സെക്ടറിൽ നിന്നാണ് നിങ്ങൾ റിട്ടയർ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ റിട്ടയർമെൻറ്റ് എന്നാണോ നടക്കുന്നത് അന്ന് മുതൽ നിങ്ങളുടെ ഇൻകം വെർച്വലി 0 ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. മൂന്നാമത്തെ കാര്യമാണ് ഇൻഫ്ലേഷൻ അഥവാ പണപ്പെരുപ്പ്. അതായത് നിങ്ങൾക്കിപ്പം 50,000 രൂപയാണ് സാലറി മന്ത്ലി കിട്ടുന്നതെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 50,000 രൂപയുടെ വാല്യൂ 30 വർഷം കഴിയുമ്പോഴും അത്ര ആയിരിക്കില്ല. അതൊരു പക്ഷേ 10,000 രൂപയുടെ താഴെ ആയിരിക്കും പോവുക. അത്രേ വാല്യൂ ഉണ്ടാവുള്ളൂ. കാരണം അത്രത്തോളമാണ് ഓരോ സാധനങ്ങളുടെ വില കൂടിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ ഇൻഫ്ലേഷൻ 4-5% ആണ് ഗവൺമെൻറ് പറയുമെങ്കിലും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഏർബൺ ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷൻ 7-8% ആയിരിക്കും മിനിമം ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സിമ്പിൾ മാത്തമാറ്റിക്സ് അതിൽ വർക്ക് ചെയ്യില്ല. പലരും ഞാൻ കണ്ടിട്ടുണ്ട് 30 വയസ്സിൽ 1 കോടി രൂപ ഉണ്ടാക്കും, 1 കോടി രൂപ നമ്മൾ ബാങ്കിൽ കൊണ്ടുപോയിട്ടാൽ വർഷം നമുക്ക് ഇത്ര പൈസ കിട്ടും, അത് മതിയല്ലോ ജീവിക്കാൻ എന്നൊക്കെ ആലോചിച്ച് അങ്ങനെ റിട്ടയർമെൻറ്റൊക്കെ സിമ്പിളായിട്ട് പ്ലാൻ ചെയ്യുന്നവർക്ക് പറ്റുന്ന ഏറ്റവും വലിയ അബദ്ധം 2 കാര്യങ്ങളാണ്. ഒന്ന്, അവർ ഇൻഫ്ലേഷനെ അക്കൗണ്ട് ചെയ്യില്ല. അതായത് പ്രൈസസ് 7-8% കൂടിക്കൊണ്ടിരിക്കുകയാണ്. FD നിങ്ങൾക്ക് ടാക്സിന് ശേഷം അത്രയും റിട്ടേൺസ് തരില്ല എന്നുള്ള ആരും കൺസിഡർ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ മേ ബി 1-2 വർഷമൊക്കെ അങ്ങനെ പോകുമായിരിക്കും, മേ ബി 10 വർഷം വരെ പോകുമായിരിക്കും. പക്ഷേ 20-30 ഇയേഴ്സിലേക്ക് നിങ്ങൾ പ്ലാൻ ചെയ്യുമ്പോൾ ഇൻഫ്ലേഷൻ വലിയൊരു ഫാക്ടറാണ്. അത് നിങ്ങൾ സീരിയസ് ആയിട്ട് കൺസിഡർ ചെയ്തില്ലെങ്കിൽ വലിയൊരു അബദ്ധത്തിലേക്കായിരിക്കും നിങ്ങൾ പോകുന്നത്. നാലാമത്തെ കാര്യമാണ് ഹെൽത്ത് അൺസർട്ടനിറ്റി. അതായത് നിങ്ങളിപ്പം നിങ്ങൾക്ക് 20s 30s നമുക്കൊക്കെ തോന്നും നമ്മൾ കുറേ നാൾ ഹെൽത്തി ആയിട്ട് ജീവിക്കും, ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നൊക്കെ തോന്നുമെങ്കിലും ഇന്നോവേറ്റബിളി എല്ലാവർക്കും എന്തെങ്കിലും ലൈഫ് സ്റ്റൈൽ ഇഷ്യൂസൊക്കെ, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് അങ്ങനത്തെ അസുഖങ്ങളാണ് കൂടുതൽ വരുന്നത്, അങ്ങനെ വരാനുള്ള സാധ്യതയുണ്ട്. ഇനി അങ്ങനെ ലൈഫ് സ്റ്റൈൽ ബേസ്ഡ് ആയിട്ടുള്ള ഡിസീസ് വന്നില്ലെങ്കിലും
നിങ്ങൾക്ക് ആക്സിഡൻസ് വഴി ഉണ്ടാവാം. മാത്രമല്ല നിങ്ങൾക്ക് ജനറ്റിക്കലി നിങ്ങൾക്ക് ഏതെങ്കിലും അസുഖം ബാധിക്കാൻ ചാൻസ് കൂടുതലാണെങ്കിൽ അതും പെട്ടെന്ന് അൺഫോർച്ചുനേറ്റ്ലി വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്നും നമുക്ക് എക്സാക്ട്ലി പ്ലാൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ ഹെൽത്ത് അൺസർട്ടനിറ്റി ഒക്കെ വരുന്ന സമയത്ത് നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി ചിലപ്പോൾ നിങ്ങൾക്ക് അന്ന് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ അങ്ങനത്തെ ഹെൽത്ത് അൺസർട്ടനിറ്റിയും ഒരു വലിയ ഇഷ്യൂ തന്നെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ലൈഫിൽ ഒരു 20s 30s ഒരു യുവാവിൻ്റെ ലൈഫിൽ നിങ്ങൾ അങ്ങോട്ട് ഫേസ് ചെയ്യാനുള്ളത്. അതുകൊണ്ട് തന്നെ റിട്ടയർമെൻറ്റ് പ്ലാനിങ് നിങ്ങൾക്ക് ഇപ്പോൾ ഇഷ്ടമില്ലാത്തൊരു ജോലിയിൽ നിന്നുള്ള ഒരു രക്ഷപ്പെടൽ എന്നതിലുപരി നിങ്ങളുടെ ലൈഫിൽ ആവശ്യമുള്ള ഒരു ഫാക്ടറാണ്. അതില്ലെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ വലിയൊരു റിസ്ക് ആയിരിക്കും എടുക്കുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് നിങ്ങളൊരു 20s റിട്ടയർമെൻറ്റിനെ കാണേണ്ടത്. നിങ്ങളുടെ ലൈഫിൽ നെസസറി ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ജോലി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലിയാണ്, നിങ്ങൾ ജീവിതകാലം മരിക്കുന്നവരെ ഇത് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ പോലും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഒരു റിട്ടയർമെൻറ്റ് പ്ലാനിങ് ആവശ്യമാണ്. ഇനി നിങ്ങളുടെ പേരൻസോ അല്ല നിങ്ങളോ 50s 60s ആണെങ്കിൽ നിങ്ങൾക്കും റിട്ടയർമെൻറ്റ് പ്ലാനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എൻ്റെ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റീസൺ നിങ്ങളുടെ ടൈം വളരെ കുറവാണ്. ടൈം കുറവെന്ന് പറയുമ്പോൾ ജീവിക്കാനുള്ള ടൈമല്ല ഉദ്ദേശിച്ചത്, ഏൺ ചെയ്യാനുള്ള പൊട്ടൻഷ്യലിൻ്റെ ടൈം വളരെ കുറവായിരിക്കും. നെക്സ്റ്റ് ഒരു 10 or 15 years നിങ്ങൾക്ക് സാലറിയിൽ നിന്ന് കിട്ടുന്ന ഇൻകം ഇനി ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് അതുകൊണ്ട് തന്നെ റിട്ടയർമെൻറ്റ് പ്ലാനിങ് വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. രണ്ടാമത്തെ കാര്യമാണ്, നിങ്ങൾക്ക് കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളുടെ എഡ്യൂക്കേഷൻ, അതിൽ സ്കൂൾ എഡ്യൂക്കേഷൻ മാത്രമല്ല, ഇപ്പോൾ ഉപരിപഠനത്തിലുള്ള എഡ്യൂക്കേഷനൊക്കെ ഭയങ്കര കോസ്റ്റ്ലി ആയി വരുന്ന കാലഘട്ടത്തിൽ അതിനുള്ള പ്ലാനിങ് നിങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ടോ? രണ്ടാമത്തെ കാര്യം, കുട്ടികളുടെ മാരേജിന് വേണ്ടിയിട്ടുള്ള എമൗണ്ട് അത് ഓൾറെഡി ആക്കി വെച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളും ചിന്തിക്കേണ്ടതാണ്. ഇനി രണ്ടാമത്തെ കാര്യമുള്ളത്, നിങ്ങളുടെ കുട്ടിയുടെ എഡ്യൂക്കേഷനും അതുപോലെ മാരേജിന് വേണ്ടിയിട്ടുള്ള പൈസ, നിങ്ങളുടെ സേവ് ചെയ്ത് വെച്ച പൈസ അത് ഔട്ടായി കഴിഞ്ഞാൽ, എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള പൈസ നിങ്ങൾക്ക് റിട്ടയർമെൻറ്റിന് വേണ്ടി സഫീഷ്യൻ്റ് ആണോ എന്നുള്ള കാര്യം നിങ്ങൾ ചോദിക്കേണ്ടതാണ്. മൂന്നാമത്തെ കാര്യമാണ് ഹെൽത്ത് കോസ്റ്റിൻ്റെ വെച്ചടി കയറ്റം. ഇപ്പോൾ നിങ്ങൾ ഇന്നത്തെ കാലത്ത് ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് 2-3 ദിവസം അഡ്മിറ്റ് ആയാൽ, അല്ല ഐസിയുലേക്ക് അഡ്മിറ്റ് ആയാൽ ഒരുപക്ഷെ ലക്ഷങ്ങളായിരിക്കും നിങ്ങൾ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ചാർജ്. ഇനി ഹെൽത്ത് ഇൻഷുറൻസ് എല്ലാ കാര്യങ്ങളും കവർ ചെയ്യുമെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾക്ക് അത്രയും വലിയ ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ വലിയ കുഴപ്പമുണ്ടാവില്ല. അല്ലാത്ത പക്ഷം ഹെൽത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ മാറ്റി വെക്കേണ്ട പൈസ വലിയൊരു ഇഷ്യൂ ആണ്. മാത്രമല്ല മെഡിക്കൽ ഇൻഫ്ലേഷൻ ഇന്നത്തെ കാലത്ത് 14-15% വരെയാണ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരുപക്ഷെ 10 വർഷം കഴിയുമ്പോൾ 20 വർഷം കഴിയുമ്പോഴും ഇതിനപ്പുറമായിരിക്കും നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന ഹെൽത്തിന് വേണ്ടി നിങ്ങൾ ചിലവാക്കുന്ന കോസ്റ്റിൻ്റെ കാര്യം. ലാസ്റ്റ് കാരണമാണ്, പലരും റിട്ടയർമെൻറ്റ് പ്ലാനിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അവർ 80 വയസ്സ് വരെ ജീവിക്കുള്ളൂ, അല്ലെ 85 വയസ്സ് വരെ ജീവിക്കുള്ളൂ എന്നുള്ള രീതിയിലൊക്കെയാണ് പ്ലാൻ ചെയ്തത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ചിലപ്പം കുറച്ചുകൂടി എമൗണ്ട് കുറവ് മതിയായിരിക്കും. റിട്ടയർമെൻറ്റ് കാൽക്കുലേറ്റ് ഞാൻ കാണിച്ചു തരാം. പക്ഷേ ഇന്നത്തെ കാലത്ത് പലരും ആക്ച്വലി 90-ലും 95-ലും 100s വരെ ജീവിക്കാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ 100 വരെ നിങ്ങൾ പ്ലാൻ ചെയ്യണമെന്നല്ല പറയുന്നത്. പക്ഷേ മേ ബി 95 ഒക്കെ വരെ പ്ലാൻ ചെയ്യുന്ന ഒരു നല്ല ഐഡിയ ആയിരിക്കും നിങ്ങൾ അവസാനം ആ ഒരു ഏജ് വരെ ജീവിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെ ജീവിക്കുകയാണെങ്കിൽ. അപ്പോൾ ആ ഒരു ഏജ് പൊതുവേ കൺവെൻഷണൽ റിട്ടയർമെൻറ്റ് പ്ലാനിങ്ങിൽ 75-80 എന്നൊക്കെയാണ് എടുക്കുക. പക്ഷേ ഇന്നത്തെ കാലത്ത് 90-95 ഒക്കെ എടുക്കേണ്ടി വരും. സോ അതിനുള്ള പ്ലാനിങ്ങും നമ്മുടെ അടുത്ത് ഉണ്ടോ, അതിനുള്ള എമൗണ്ട് നമ്മുടെ അടുത്ത് ഉണ്ടോ എന്നുള്ള കാര്യം നമ്മൾ തീർച്ചയായിട്ടും ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. അപ്പോൾ എന്തുകൊണ്ട് റിട്ടയർമെൻറ്റ് പ്ലാനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. ഇതിൽ ഞാൻ മിസ് ചെയ്ത് എന്തെങ്കിലും കാരണങ്ങളുണ്ട് തീർച്ചയായും കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. ഇനി നമുക്ക് അടുത്ത് കണ്ടുപിടിക്കേണ്ടത്, നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ റിട്ടയർമെൻറ്റ് ഏജ് ഉണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ 20s അത് 40-ഓ 38-ഓ 35-ഓ ഒക്കെ പലരും റിട്ടയർമെൻറ്റ് പ്ലാൻ ചെയ്യാറുണ്ട്. ആ ഏജ് ആണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ 50s നിങ്ങൾ 65-ഓ അല്ലെങ്കിൽ 60-ഓ ആണെങ്കിൽ നിങ്ങളുടെ റിട്ടയർമെൻറ്റ് ഏജ് എങ്കിൽ, ഗിവൺ ആ ഒരു ഏജിൽ ആണെങ്കിൽ നിങ്ങൾക്ക് എത്ര പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സേഫായി റിട്ടയർ ചെയ്യാം എന്നുള്ളതിൻ്റെ കാൽക്കുലേഷനാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഇത് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഒരു ഫ്രീ ആയിട്ടുള്ള ടൂൾ ഉണ്ട്. ഇത് പെയ്ഡ് സ്പോൺസർഷിപ്പ് ഒന്നുമല്ല. NISM എന്ന് പറഞ്ഞ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്യൂരിറ്റീസ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ വെബ്സൈറ്റിൽ ഫ്രീ ആയിട്ട് കൊടുത്തിരിക്കുന്ന ഒരു കാൽക്കുലേറ്ററാണ്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാവുന്നതാണ് ഫ്രീ ആയിട്ട്. അപ്പോൾ അത് യൂസ് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. അപ്പോൾ അതിനാദ്യം നിങ്ങൾ എൻ്റർ ചെയ്യേണ്ടത് നിങ്ങളുടെ ഇപ്പോഴത്തെ കറണ്ട് ഏജ് ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ കറണ്ട് ഏജ് ഇപ്പോൾ 28 ആണെന്നുകൊണ്ട് ഞാൻ 28 എൻ്റർ ചെയ്തു. റിട്ടയർമെൻറ്റ് ഏജ്, അതായത് എന്നാണ് നിങ്ങൾ റിട്ടയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന്. അപ്പോൾ ഞാനിപ്പോൾ റിട്ടയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 35-ലാണെങ്കിൽ, ഞാൻ 35 റിട്ടയർ ചെയ്യാൻ പോകുന്നുണ്ടാവില്ല, പക്ഷേ ഞാൻ 35-ലാണെങ്കിൽ ഞാൻ 35 അവിടെ കൊടുക്കുന്നു. അല്ലെങ്കിൽ നമുക്ക് 40 കൊടുക്കാം, കുറച്ചുകൂടി റിയലിസ്റ്റിക് ആണെങ്കിൽ 40 അല്ലെങ്കിൽ 45 കൊടുക്കാം. 45 പലരും റിട്ടയർ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് ഇന്നത്തെ കാലത്ത്. ലൈഫ് എക്സ്പെക്റ്റൻസി എന്ന് വരെ നിങ്ങൾ ജീവിക്കുന്നു. ഒബ്വിയസ്ലി നമുക്ക് എന്ന് വരെ ജീവിക്കുന്നു പറയാൻ പറ്റില്ല, പക്ഷേ അതിനടിസ്ഥാനത്തിലാണ് ഇവർ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് നിങ്ങൾ കൊടുത്തേ പറ്റുള്ളൂ. അപ്പോൾ ഞാനിപ്പം ഒരു 90 വരെ കൊടുക്കാം, 90 വരെ ജീവിക്കാൻ സാധ്യതയുണ്ടെന്ന് വിചാരിക്കാം. ലോങ് ടേം ഇൻഫ്ലേഷൻ ഇൻ ദ എക്കണോമി. ഇപ്പോൾ ഇവിടെ കുറച്ച് കാര്യങ്ങൾ ട്രിക്കിയാണ്. നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ പോയിട്ടൊക്കെ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഇന്ത്യയിലെ ഇൻഫ്ലേഷൻ 4-6% ഇടയിലാണെന്നൊക്കെയാണ് പറയാം. പക്ഷേ അത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഇൻഫ്ലേഷൻ ആയിരിക്കില്ല. അപ്പോൾ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് നിങ്ങളൊരു ഏർബൻ ലൈഫ് സ്റ്റൈലൊക്കെയാണ് നിങ്ങൾ ലീഡ് ചെയ്യുന്നതെങ്കിൽ, ഏർബൻ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ ഭയങ്കര ലക്ഷറി ഐറ്റംസ് വാങ്ങുന്നതല്ല ഞാൻ പറയുന്നത്. ജനറലി നിങ്ങൾ സിനിമ തിയേറ്ററിൽ പോകാറുണ്ട്, പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാറുണ്ട്, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഫർണിച്ചറും അതുപോലെ ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സൊക്കെ അത്യാവശ്യം നല്ലോണം വാങ്ങാറുണ്ടെങ്കിൽ നിങ്ങൾ ഏർബൻ ലൈഫ് സ്റ്റൈലാണ് ലീഡ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഇൻഫ്ലേഷൻ 7-8% ആയിരിക്കും. റിട്ടയർമെൻറ്റ് പ്ലാനിങ്ങിലേക്ക് വരുമ്പോൾ മിനിമം നിങ്ങൾ 7% എടുത്തേ പറ്റുള്ളൂ. ഞാൻ ഓൺ ദ സേഫ് സൈഡ് എടുക്കാൻ വേണ്ടി ഞാൻ 7.5% എടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി സേഫ് ആവണേ 8% എടുക്കാം. അപ്പോൾ അത് നിങ്ങൾ തീരുമാനിക്കുന്ന നമ്പറാണ്. പക്ഷേ എന്തായാലും 7ൻ്റെ മുകളിലായിരിക്കണം എന്നുള്ള കാര്യം മനസ്സിലാക്കാം. പിന്നെ വേണ്ടത് നിങ്ങളുടെ പ്രസൻറ്റ്
ലിവിങ് എക്സ്പെൻസ് ആണ് പെർ മന്ത് നിങ്ങൾ എത്ര എക്സ്പെൻസ് ചിലവാക്കുന്നുണ്ടെന്നുള്ള കാര്യം. അപ്പോൾ അവിടെ നിങ്ങളൊരു ഫാമിലി ആയിട്ടൊക്കെയാണ് ജീവിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ കോൺട്രിബ്യൂഷൻ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. ഫോർ എക്സാമ്പിൾ നിങ്ങൾ 2 പേരാണ്, ഹസ്ബൻഡ് വൈഫും ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ മൊത്തം ഫാമിലി എക്സ്പെൻസ് എന്താണെന്നുള്ള കാര്യം നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ പകുതി നിങ്ങൾക്ക് എടുക്കാം. അതല്ലാതെങ്കിൽ നിങ്ങൾക്ക് 2 പേർക്കും കൂടെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ടോട്ടൽ എക്സ്പെൻസ് എടുക്കണം. അതേസമയം ടോട്ടൽ നിങ്ങൾക്ക് ഞാൻ ഈ വരാൻ പോകുന്ന നമ്പേഴ്സും നിങ്ങൾക്ക് ഓൾറെഡി ഉള്ള പൈസേൻ്റെ ടോട്ടൽ എടുക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാനിപ്പോൾ ഇൻഡിവിജ്വലായി ഞാൻ കല്യാണം കഴിച്ച ആളല്ല, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം, ഞാൻ എൻ്റെ എക്സ്പെൻസ് മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ എൻ്റെ എക്സ്പെൻസ് ഞാൻ കണ്ടുപിടിക്കണമെങ്കിൽ, അപ്പോൾ ഇവിടെ കുറച്ച് ട്രിക്കിയാണ്. അതായത് പലരും വിചാരിക്കുന്നത് നമ്മുടെ എക്സ്പെൻസ് ഭയങ്കര കുറവാണ്, ഭയങ്കര എക്സ്പെൻസ് കുറവുള്ള ജീവിതമാണെന്നൊക്കെയാണ് വിചാരിക്കുന്നതെങ്കിലും നിങ്ങളുടെ മൊത്തം ഒരു മാസം 2-3 മാസത്തെ എടുത്ത് നോക്കിയാൽ ആക്ച്വലി ട്രാക്ക് ചെയ്താൽ മനസ്സിലാവും നിങ്ങൾ വിചാരിക്കുന്നതിനാണ് കൂടുതലാണ്. കാരണം പലപ്പോഴും നിങ്ങൾ എക്സ്പെൻസ് എന്താണെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്താണ് വീടിൻ്റെ റെൻറ്റിൻ്റെ കാര്യം ഒരുപക്ഷെ പറയും, റെൻറ്റിലാണെങ്കിൽ കറണ്ട് ബില്ലിൻ്റെ കാര്യം പറയും, വാട്ടർ ബില്ലിൻ്റെ കാര്യം പറയും, നിങ്ങൾ എന്തെങ്കിലും EMI ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ EMI ആഡ് ചെയ്യും. പക്ഷേ പലപ്പോഴും നമ്മൾ മിസ് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. നിങ്ങൾ ഒരു വർഷത്തിൽ ചെയ്യുന്ന പല കാര്യങ്ങളുണ്ടാവും, ഒരു മാസമോ എല്ലാ മാസം ചെയ്യാത്ത കാര്യങ്ങൾ. ഫോർ എക്സാമ്പിൾ ഫോൺ വാങ്ങുക, ലാപ്ടോപ്പ് വാങ്ങുക, ട്രാവൽ ചെയ്യുക, പുറത്ത് പോയി ഭക്ഷണം കഴിക്കുക. അപ്പോൾ അത് നിങ്ങൾ ഒരു വർഷത്തിൽ എപ്പോഴെങ്കിലൊക്കെ ആയിരിക്കും ചെയ്യുക. പക്ഷേ അത് നമ്മൾ മന്ത്ലി എക്സ്പെൻസിലേക്ക് നിങ്ങൾ കൂട്ടില്ല. പക്ഷേ അതും കൂട്ടുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു ഫോറിൻ ട്രിപ്പ് നിങ്ങൾ പോയി 1 ലക്ഷം രൂപ അല്ലെങ്കിൽ 2 ലക്ഷം രൂപയാണെങ്കിൽ അതൊരു മാസത്തെ എക്സ്പെൻസിൽ കയറ്റാൻ പറ്റിയില്ലെങ്കിലും ഒരു വർഷം നിങ്ങളൊരു ഫോറിൻ ട്രിപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ 2 lakhs അതിനെ സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ 2 lakhs നിങ്ങൾ എന്ത് ചെയ്യണം, 12 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നിങ്ങൾ ഓരോ മന്തിൽ ചേർക്കണം. അപ്പോൾ അത് കുറച്ച് ട്രിക്കിയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും സീരിയസ് ആയ റിട്ടയർമെൻറ്റ് പ്ലാനിങ്ങിലേക്ക് കിടക്കുന്ന സമയം നിങ്ങളത് കറക്റ്റായിട്ട് കണ്ടുപിടിക്കുന്നത് വളരെ നല്ല ഐഡിയ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ അവിടെ കൊടുക്കാൻ പോകുന്നത് എൻ്റെ മന്ത്ലി എക്സ്പെൻസ് 60,000 rupees ആണ്. ഇത് എൻ്റെ ആക്ച്വൽ മന്ത്ലി എക്സ്പെൻസ് ആണോ എന്ന് എനിക്കറിയില്ല, ഞാനത് ഇപ്പോൾ കറണ്ട്ലി ട്രാക്ക് ചെയ്യുന്നില്ല. പക്ഷേ ട്രാക്ക് ചെയ്യുന്നത് വളരെ നല്ല ഐഡിയ ആയിരിക്കും. അപ്പോൾ 60,000 rupees ആണ്, 60,000 rupees ഞാൻ എൻ്റർ ചെയ്യുന്നു. ഓക്കെ. പിന്നെ റിഡക്ഷൻ ഇൻ എക്സ്പെൻസ് ആഫ്റ്റർ റിട്ടയർമെൻറ്റ് ശേഷം നിങ്ങൾക്ക് എക്സ്പെൻസിൽ കുറയാൻ ചാൻസ് ഉണ്ടോ, അത് പെർസെൻറ്റേജിൽ കൊടുക്കാം. അപ്പോൾ അതും ഒരു സബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ആണ്. ഞാൻ കൊടുക്കാൻ റിഡക്ഷൻ ഉണ്ടാവില്ല, എനിക്കിത് സെയിം ലൈഫ് സ്റ്റൈലാണ് ഞാൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നെങ്കിൽ ഇത്രയും തന്നെ എക്സ്പെൻസ് ഉണ്ടാവുന്നതായിരിക്കും. അപ്പോൾ ഞാൻ അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യും. പക്ഷേ നിങ്ങൾ വിചാരിക്കുകയാണ് നിങ്ങളുടെ റിട്ടയർമെൻറ്റിന് ശേഷം നിങ്ങൾക്ക് കുറച്ചുകൂടി ലൈഫ് സ്റ്റൈൽ താഴേക്ക് പോകാൻ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് 5%-നോ 10% ഒക്കെ കൊടുക്കാവുന്നതാണ്. ഓക്കെ. എക്സ്പെക്റ്റഡ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഡ്യൂറിങ് വർക്കിംഗ് ഇയേഴ്സ്. അതായത് ഇപ്പോൾ ഞാൻ 28-ലാണുള്ളത്, 45 വരെ എനിക്കൊരു പോർട്ട്ഫോളിയോ ഉണ്ടാവുമല്ലോ, ഇൻവെസ്റ്റ് ചെയ്യുന്ന പോർട്ട്ഫോളിയോ. അത് FD-ലാണെങ്കിൽ FD, ഇനി മ്യൂച്വൽ ഫണ്ട്സിലാണ് മ്യൂച്വൽ ഫണ്ട്സ്, സ്റ്റോക്സിലാണ് സ്റ്റോക്സ്. ഇതെല്ലാം കൂടെ ചേർത്ത് ടാക്സിന് ശേഷം എനിക്ക് എത്ര റിട്ടേൺസ് കിട്ടുന്നുള്ള കാര്യം ഞാൻ അവിടെ കൊടുക്കണം. അപ്പോൾ അവിടെ പലരും കൊടുക്കുക, ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിലാണ് ഇൻവെസ്റ്റ് ചെയ്ത്, സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ലോങ് ടേമിന് 15% കിട്ടും, അതുകൊണ്ട് ഞാൻ 15% കൊടുക്കും. അത് വളരെ മോശം ഒരു ഐഡിയ ആണ്. അപ്പോൾ നിങ്ങൾ 2-3 കാര്യങ്ങൾ നിങ്ങൾ സ്വയം ചോദിക്കേണ്ടത്, ഒന്ന്, നിങ്ങളുടെ കംപ്ലീറ്റ് പൈസ നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിലാണ് ഇൻവെസ്റ്റ് ചെയ്തത്, മ്യൂച്വൽ ഫണ്ട്സിലാണ് ഇൻവെസ്റ്റ് ചെയ്തത്, ഒരു പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ 12% കൊടുക്കാവുന്നതാണ്. പക്ഷേ വെയിറ്റ് ചെയ്യാം, 12% നിങ്ങൾ ടാക്സിന് ശേഷമുള്ള എമൗണ്ടാണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ ടാക്സിന് ശേഷം ഇപ്പോൾ 12.5% ടാക്സ് പോകുകയാണെങ്കിൽ എത്രയായിരിക്കും, ഒരു പക്ഷേ ചിലപ്പോൾ 10% ആയിരിക്കും ഉണ്ടാവുക. ഇനി ഇതൊക്കെ വർക്ക് ചെയ്യപ്പോഴാണ് നിങ്ങൾ കംപ്ലീറ്റ് നിങ്ങളുടെ പൈസ മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്തെങ്കിൽ, അത് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്തെങ്കിൽ ഈ അസംപ്ഷൻ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും 12% ഒക്കെ. അവിടെ 15% എടുക്കാൻ പറ്റില്ല. കാരണം 15% എന്ന് പറഞ്ഞാൽ നമ്പർ പറയുന്നത് കഴിഞ്ഞ കോവിഡിന് ശേഷമുള്ള വലിയൊരു ബുൾ മാർക്കറ്റ് ഉണ്ടായിരുന്നു, ഭയങ്കര ഹൈ റിട്ടേൺസ് എന്നൊരു മാർക്കറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പീക്കിൽ വെച്ച് നോക്കുമ്പോഴാണ് ഈ 15% ഒക്കെ വർക്ക് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മോശമില്ലാത്ത ഒരു അസംഷൻ, കൺസർവേറ്റീവ് ആയുള്ള അസംഷൻ, സ്റ്റോക്ക് മാർക്കറ്റ് 12% തരുള്ളൂ എന്നുള്ള അസംഷൻ തന്നെയാണ്. അത് പോസ്റ്റ് ടാക്സ് ആണെങ്കിൽ ഇപ്പോൾ 10% ആയിരിക്കും. ഇത് കംപ്ലീറ്റ്ലി നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങളുടെ കയ്യിൽ കുറച്ച് പൈസ FD-ലുണ്ട്, കുറച്ച് പൈസ നിങ്ങൾ സ്റ്റോക്സിൽ സ്വന്തമായിട്ട് ചെയ്തിട്ടുണ്ട്, കുറച്ച് പൈസ നിങ്ങൾ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ട്രിക്കിയാവും. അപ്പോൾ അങ്ങനത്തെ വരുന്ന സാഹചര്യത്തിൽ നിങ്ങൾ ഒരു കൺസർവേറ്റീവ് എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ 9% ഒക്കെയാണ്. ഇനി നിങ്ങളുടെ കയ്യിൽ FD മാത്രമേ ഉള്ളൂ എങ്കിൽ ടാക്സിന് ശേഷം ചിലപ്പോൾ 5-6% ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ നോക്കണം. ഓക്കെ. അതിനനുസരിച്ച് നിങ്ങൾ റിട്ടേൺ കൂടുതൽ കിട്ടുന്ന ഇൻസ്ട്രുമെൻറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും പഠിച്ച് ചെയ്യണം. അത് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചാനലും കൂടിയാണ് നമ്മുടെ ഈ ഒരു ചാനൽ. ഓക്കെ. എക്സ്പെക്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേൺ ഡ്യൂറിങ് റിട്ടയർഡ് ലൈഫിൽ എന്തായാലും ആ റിട്ടേണിൻ്റെ പെർസെൻറ്റേജ് നിങ്ങൾക്ക് അതിന് മുൻപുള്ളതിനേക്കാളും കുറവായിരിക്കും ഉണ്ടാവും. അപ്പോൾ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അത്രയും ഹൈ റിട്ടേൺ ഇൻസ്ട്രുമെൻറ്റ്സിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നുകൊണ്ടാണ്. ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പം 45-ലാണ് കുഴപ്പമില്ല, നിങ്ങളിപ്പോൾ 60s-ലും 70s-ലും ആണെങ്കിൽ അപ്പോഴും നിങ്ങളുടെ ഫുൾ മ്യൂച്വൽ ഫണ്ട്സിലാണ് പോർട്ട്ഫോളിയോ എങ്കിൽ നിങ്ങൾ വലിയ റിസ്ക് ആയിരിക്കും എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ കുറച്ചും കൂടി ബാലൻസ്ഡ് ആയിട്ടുള്ള FD-യും അങ്ങനത്തെ കാര്യങ്ങൾ സേഫ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ റിട്ടേൺസ് കുറയും. 8% ആയിരിക്കും, ചിലപ്പോൾ 7% ആയിരിക്കും. അപ്പോൾ അത് ഓരോ ആൾക്കാർക്ക് ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ.
പിന്നെ കറണ്ട് സേവിങ്സ്, ഇപ്പം നിങ്ങൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ച പൈസ, ഇപ്പോൾ 28 ഇയേഴ്സിൽ ഞാൻ ഉണ്ടാക്കി വെച്ച പൈസ ആയിരിക്കും ഞാനിവിടെ എൻ്റർ ചെയ്യുന്നത്. ഇനി ഞാനിവിടെ ഹൈപ്പോത്തറ്റിക്കൽ നമ്പർ എൻ്റർ ചെയ്യാൻ പോവാണ്. ഞാനിവിടെ എൻ്റർ ചെയ്യാൻ പോകുന്ന പൈസ 50 lakhs ആണ്. 5,000, 50,000, 5 lakh, 50 lakhs. 50 lakhs എൻ്റെ കയ്യിലുണ്ട്, ഞാൻ എൻ്റർ ചെയ്തു. എമൗണ്ട് ഓഫ് റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സ് റിസീവ്ഡ് അറ്റ് ദ ടൈം ഓഫ് റിട്ടയർമെൻറ്റ്. അപ്പോൾ നിങ്ങൾ റിട്ടയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും പൈസ കിട്ടുമോ? മിക്ക സമയത്തും അങ്ങനെ ഒരു ഫിക്സ്ഡ് എമൗണ്ട് കിട്ടും എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. പെൻഷനൊക്കെ ഉണ്ടെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും. പക്ഷേ പെൻഷൻ്റെ കൃത്യമായി ഓരോ മാസം പെൻഷൻ കിട്ടുന്ന ഒരു കാൽക്കുലേഷൻ ഇതിന് ആ ഒരു സ്കോപ്പ് ഇതിനില്ല, ഈ റിട്ടയർമെൻറ്റ് കാൽക്കുലേറ്ററില്ല. അതിനുവേണ്ടി നിങ്ങൾക്ക് കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ടുള്ള റിട്ടയർമെൻറ്റ് കാൽക്കുലേറ്റർ വേണം. അങ്ങനെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നമുക്കവിടെ ഇല്ലയെന്ന് തന്നെ വിചാരിക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഫ്ലാറ്റോ അല്ലെങ്കിൽ ഒരു വീടോ റെൻറ്റിനൊക്കെ ഉണ്ടെങ്കിൽ റെൻ്റർ ഇൻകം ഒക്കെ ഉണ്ടാവും. പക്ഷേ അതില്ല എങ്കിൽ പോലും നമുക്ക് എത്രയാണെന്നുള്ള കാര്യം ഇത് വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇതെല്ലാം എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാൽക്കുലേറ്റ് അടിക്കാം. കാൽക്കുലേറ്റ് അടിച്ചാൽ കുറച്ച് നമ്പേഴ്സ് വരും. അതിൽ ഏറ്റവും താഴെയുള്ള നമ്പർ നമുക്ക് നോക്കാം. അതിൽ നമുക്ക് രണ്ടാമത്തെ ഈ നമ്പർ നോക്കാം. അതായത് കോർപ്പസ് റിക്വയർഡ് അറ്റ് റിട്ടയർമെൻറ്റ് ഡേ ടു മെയിൻറ്റെയിൻ പ്രസൻറ്റ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. അപ്പോൾ ഈ നിങ്ങൾക്ക് കാൽക്കുലേഷൻ്റെ പ്രകാരമാണെങ്കിൽ 45-ാം വയസ്സിൽ നിങ്ങൾക്ക് എത്ര പൈസ വേണ്ടി വരും? അപ്പോൾ എൻ്റെ ഈ കാൽക്കുലേഷൻ പ്രകാരമാണെങ്കിൽ എനിക്ക് ഇങ്ങനത്തെ എക്സ്പെൻസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെങ്കിൽ 45-ാം വയസ്സിൽ എനിക്ക് റിട്ടയർ ചെയ്ത് സുഖമായിട്ട് ജീവിക്കണമെങ്കിൽ എനിക്ക് 11,98,00,000, ഓൾമോസ്റ്റ് 12 കോടി രൂപ എൻ്റെ അടുത്ത് ഉണ്ടെങ്കിൽ എനിക്കത് പോസിബിൾ ആയിരിക്കുള്ളൂ. ഇനി ഇത് കേൾക്കുമ്പോൾ ഭയങ്കര പേടിയായിട്ട് തോന്നും. ഇനി ആ ഒരു 12 കോടിയിലേക്ക് എനിക്ക് എത്തണമെങ്കിൽ, എമൗണ്ടിലേക്ക് എത്തണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം എന്നുള്ള കാര്യം കൂടെ ഈ കാൽക്കുലേറ്റർ പറഞ്ഞു തരുന്നുണ്ട്. അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് റിക്വയർഡ് പെർ മന്ത് ടു അച്ചീവ് റിട്ടയർമെൻറ്റ് കോർപ്പസ്. അപ്പോൾ ആ ഒരു പൈസ എനിക്ക് എത്തണമെങ്കിൽ എനിക്ക് പെർ മന്ത് ഞാൻ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഞാൻ 2 ലക്ഷം രൂപ ഏൺ ചെയ്താൽ മാത്രം പോരാ, ഞാൻ 2 ലക്ഷം രൂപ ഓരോ മാസവും ഞാൻ ഇൻവെസ്റ്റ് ചെയ്താലേ എനിക്ക് ഈ 45-ാം വയസ്സിൽ റിട്ടയർ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് സത്യം. ഇനി പെർ മന്ത് എമൗണ്ട് റിക്വയർഡ് ഡ്യൂറിങ് റിട്ടയറിംഗ്. അപ്പോൾ റിട്ടയർമെൻറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എമൗണ്ട് എത്ര വേണ്ടി വരും? 2 ലക്ഷം. അപ്പോൾ അത് നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത് 60,000 രൂപ എന്ന് പറഞ്ഞാൽ പെർ മന്ത് എക്സ്പെൻസിനെക്കാളും കൂടുതലാണ്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇൻഫ്ലേഷനാണ്. ഇപ്പോൾ നിങ്ങൾക്ക് 60,000 രൂപയുള്ളൂ എങ്കിൽ അന്ന് നിങ്ങൾക്ക് എന്ത് വേണ്ടി വരും? 2 ലക്ഷം രൂപയെങ്കിലും മിനിമം വേണ്ടി വരും ഈ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് ഈ ഒരു കാൽക്കുലേറ്റർ പറയുന്നത്. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു ഇത് റിയലിസ്റ്റിക് അല്ലല്ലോ, ഭയങ്കര വലിയ എമൗണ്ട് അല്ലേ, നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുക നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിന് കാരണം എന്ന് വെച്ചാൽ പലപ്പോഴും നിങ്ങൾ യൂട്യൂബിലും അതുപോലെ ഇൻസ്റ്റാഗ്രാം റീലിലൊക്കെ 35-ാം വയസ്സിൽ 3 കോടി വെച്ച് റിട്ടയർ ചെയ്തു, 2 കോടി വെച്ച് റിട്ടയർ ചെയ്തു എന്നുള്ള ചെറിയ ചെറിയ നമ്പേഴ്സ് കാണുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര അട്രാക്റ്റഡ് ആയിട്ട് തോന്നുന്നതുകൊണ്ടാണ്. പക്ഷെ അവിടെ അവർ ഉണ്ടാക്കിയ അസംഷൻ പലപ്പോഴും ഇക്വിറ്റിയിൽ നിന്നും പോർട്ട്ഫോളിയോയിൽ നിന്നൊക്കെ 15% റിട്ടേണും. ഇപ്പോൾ ഇൻഫ്ലേഷൻ്റെ കാര്യത്തിലാണെങ്കിൽ ഒരുപക്ഷെ അവരെടുക്കുന്ന അസംഷൻ എന്ന് പറഞ്ഞാൽ ഇൻഫ്ലേഷൻ 4 to 5% ഒക്കെ ആണെങ്കിൽ ഒബ്വിയസ്ലി എന്താണ് ആ നമ്പറൊക്കെ ഭയങ്കര കുറവായിരിക്കും. പക്ഷേ മനസ്സിലാക്കേണ്ട കാര്യം അതൊരിക്കലും റിയലിസ്റ്റിക് അല്ല. റിയലിസ്റ്റിക് പിക്ചർ നിങ്ങൾക്ക് ഈ ഒരു കാൽക്കുലേറ്റർ വെച്ചിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടും. അത്യാവശ്യം പറയാൻ കാരണം നിങ്ങൾക്ക് റിട്ടയർമെൻറ്റ് ശേഷം വേറെ നിങ്ങൾക്ക് റെൻ്റൽ ഇൻകം അല്ലെങ്കിൽ പെൻഷനൊക്കെ ഉണ്ടെങ്കിൽ അതുകൂടി നിങ്ങൾ ഇതിൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. അല്ലാത്ത പക്ഷം ഇതാണ് നിങ്ങൾക്ക് തരാൻ പോകുന്ന ആക്ച്വൽ പിക്ചർ. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? നിങ്ങളുടെ മന്ത്ലി എക്സ്പെൻസ് കുറയ്ക്കാം, നിങ്ങൾക്ക് റിട്ടേൺസ് ഒക്കെ സ്ലൈറ്റ്ലി വേണേൽ കൂട്ടാം, ആ കൺട്രോൾസ് നിങ്ങൾക്ക് ചെയ്യാം. റിട്ടയർമെൻറ്റ് ഏജ് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നോക്കാം. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഒരു എമൗണ്ടിലേക്ക് എത്താം. ഇനി ഒരു ചെറിയ കാര്യം ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്, നിങ്ങൾ ഇത് തീർച്ചയായിട്ടും ഒന്ന് ഉപയോഗിച്ച് നോക്കുക. നിങ്ങൾ 20s-ലാണെങ്കിലും നിങ്ങൾ ഇപ്പോൾ സ്കൂളിൽ പഠിക്കുകയാണെങ്കിൽ പോലും നിങ്ങൾ വെറുതെ ഒന്ന് ഉപയോഗിച്ച് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന റിട്ടയർമെൻറ്റ് എമൗണ്ടും നിങ്ങളുടെ റിട്ടയർമെൻറ്റ് ഏജും എത്രയാണെന്നുള്ള കാര്യം തീർച്ചയായും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. പിന്നെ ഇത് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്ന മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ചാനലിൽ നമ്മൾ ഇതുപോലത്തെ കുറേ ഫിനാൻസ് ബേസ്ഡ് ആയിട്ടുള്ള പേഴ്സണൽ ഫിനാൻസ് ബേസ്ഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. അതൊക്കെ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.